നമ്മുടെ വടകര റീച്ചിലായിരിക്കും ഏറ്റവും അണ്ടർപാസും ഓവർപാസ് ഇല്ല, അണ്ടർപാസുകൾ മൊത്തം അണ്ടർപാസുകളാണ് വടകര റീച്ചിലുള്ളത്. അതൊരു പ്രത്യേകത തന്നെയുള്ളോ. നമ്മുടെ വടകര റീച്ചിൽ ഓവർപാസ് ഉണ്ടോ? ഓവർപാസ് ഇല്ലല്ലേ? ഓഹോ, അത് ശരിയാണല്ലോ. ഇവിടെ ഫുള്ള് അണ്ടർപാസ് കേട്ടോ, ഇഷ്ടംപോലെ അണ്ടർപാസ് ഉണ്ട് താനും. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ NH66 ദേശീയപാത വർക്കിൽ കോഴിക്കോട് വടകര റീച്ചിൽ നമ്മുടെ പയ്യോളി ടൗൺ ആയിട്ടാണ് കാണുന്നത്. പയ്യോളി ടൗൺ ഏരിയയിലുള്ള വർക്കുകളൊക്കെ ഫിനിഷിങ് കേട്ടോ. ഞാൻ ആ വടകര നമ്മുടെ ടൗണുകൾ കഴിഞ്ഞ പാടെ തന്നെ ആറുവരിപ്പാതയുടെ വർക്ക് ഫുള്ള് ടാറിങ്ങൊക്കെ കഴിഞ്ഞ കാഴ്ചയാണ്. അപ്പോൾ കുറേ അങ്ങനെ പോന്നപ്പോൾ ഫുള്ള് കഴിഞ്ഞ കാഴ്ച കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ഏരിയ ഒക്കെ വർക്ക് ഫുള്ള് കഴിഞ്ഞൊരു ഏരിയ ആണ്. ആ കഴിഞ്ഞ ഏരിയ മൊത്തം ഒന്ന് കാണിക്കല്ലേ? അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്കും സബ് ചെയ്യാത്തവർ സബ് ചെയ്താളി മക്കളെ. അപ്പോൾ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ തിക്കോടി അല്ല, അങ്ങോട്ട് പറയാം തിക്കോടി, ആ ഭാഗത്തേക്കൊക്കെ മൊത്തം വർക്ക് കഴിഞ്ഞൊരു ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്കങ്ങനെ പോയി നോക്കാം. നന്ദി വരെ ഏകദേശം വർക്ക് കഴിഞ്ഞതുപോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ആറുവരിപ്പാതൻ്റെ വർക്ക് നമുക്ക് വാഹനത്തിൻ്റെ മുകളിൽ അങ്ങനെ മൊത്തം അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ലൈൻ മാർക്കിങ് എല്ലാം കഴിഞ്ഞതാണ്. പെയിൻറ്റിങ്ങും മൊത്തം കഴിഞ്ഞു, ലൈറ്റ് ഫിറ്റിങ് വരെ കഴിഞ്ഞു കേട്ടോ ഇവിടെയൊക്കെ. ഇനി നമ്മുടെ എൻട്രി എക്സിറ്റ് അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട്, അത്രേ ഉള്ളൂ. സ്കൂൾ കുട്ടികൾ ബസ് കയറാനായിട്ട് വരിയായിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇവിടെ യാത്ര തുടങ്ങിയിട്ടോ. യാത്ര തുടങ്ങി ഈ ഭാഗമൊക്കെ നോക്കി മൊത്തം വർക്ക് കാഴ്ച കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. വാഗട് ഇങ്ങനെയൊക്കെ വർക്ക് തീർത്ത് വെച്ചത് കാണുമ്പോൾ വാഗടിനെ ചില നേരമൊക്കെ കുറ്റം പറഞ്ഞു പോകും. ചില ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പം എന്തായാലും കുറ്റം പറയട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറേ കാലം ഇതൊക്കെ കളിച്ചിന്. ഇതൊക്കെ ഇനി പെട്ടെന്ന് തീർക്കേണ്ട സമയം കഴിഞ്ഞ്, അവർക്ക് കൊടുത്ത സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എന്നാലും ഇവർ വർക്ക് ഇവിടെ തീർത്തിട്ടില്ല. അതാ പെട്ടെന്ന് ഇനി തീർക്കും വിചാരിക്കുന്നേ. ഒരു ചൂടൊക്കെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ. പെട്ടെന്ന് വർക്ക് തീർത്ത് പോകണം എന്നുള്ള ചിന്തകളൊക്കെ ഉള്ളതുപോലൊക്കെ തോന്നുന്നുണ്ട്. ഈ കാര്യമായിട്ട് നമ്മുടെ വടകര അങ്ങാടിയിലെ ആ വർക്കുകൾ തന്നെയുള്ളൂ വാഗടിന്. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വർക്കുകൾ കേട്ടോ. വടകര അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കൂടുതൽ വർക്ക്. പിന്നെ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ്, അത് ഏകദേശം ആ കുഞ്ഞോറമല ഭാഗത്തുള്ള ആ ഒരു വർക്ക് തന്നെ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മളിങ്ങനെ പോകുന്നുണ്ടല്ലേ, ഇവിടെ സെൻട്രൽ ഡിവൈഡറിൻ്റെ മുകളിൽ റിഫ്ലക്ഷൻ ബോർഡുകളൊക്കെ വെച്ചത് കാണാം. വാഗട് വർക്ക് തീർന്ന ഭാഗത്ത് ഫുള്ള് തീർത്ത് വെക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെയൊക്കെ ഫുള്ള് റോഡ് വർക്കുകൾ മൊത്തം കഴിഞ്ഞ ഏരിയ ആണ്. നമ്മുടെ വടകര റീച്ചിലായിരിക്കും ഏറ്റവും അണ്ടർപാസും ഓവർപാസ് ഇല്ല, അണ്ടർപാസുകൾ മൊത്തം അണ്ടർപാസുകളാണ് വടകര റീച്ചിലുള്ളത്. അതൊരു പ്രത്യേകത തന്നെയുള്ളോ. നമ്മുടെ വടകര റീച്ചിൽ ഓവർപാസ് ഉണ്ടോ? ഓവർപാസ് ഇല്ലല്ലേ? ഓഹോ, അത് ശരിയാണല്ലോ. ഇവിടെ ഫുള്ള് അണ്ടർപാസ് കേട്ടോ, ഇഷ്ടംപോലെ അണ്ടർപാസ് ഉണ്ട് താനും. ഇപ്പം നമ്മളിവിടെ എത്തി. ഒരു അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. തിക്കോടി അണ്ടർപാസിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പോയിക്കോ സ്പീഡ് പോയിക്കോ. ഒക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ എത്തി പോയിക്കോ. തിക്കോടി റെയിൽവേ സ്റ്റേഷനാണ് അവിടെ കാണുന്നത് അല്ലേ? ഇവിടെ ഒരു വെള്ളം നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലോ. ടാറിങ്ങിൽ വരുന്ന ചെറിയ ഫാൾട്ടുകളാണ്. വെള്ളം നിൽക്കുന്ന ഏരിയകൾ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടായാൽ റോഡ് വേഗം പൊളിയാനൊക്കെ സാധ്യതയുണ്ട്. വാഗടിൻ്റെ റീച്ചിൽ സർവീസ് റോഡ് ഇവർ അങ്ങനെ അവിടെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല എനിക്ക് സംശയമുണ്ട്. വെള്ളം പോകുന്നതിനൊക്കെ പറ്റിയിട്ട് വെയിറ്റ്
വാഹനം ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ പോകാനാട്ടോ, നിർത്താതെ പോകാനാണ്. എവിടെയെങ്കിലും കട്ട് ചെയ്ത് അടുത്ത ഭാഗത്തേക്ക് തിരിയേണ്ട അവസ്ഥ ഉണ്ടോ നോക്കാം നമുക്ക്. ഇല്ല. ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ മുകളിൽ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്, അതിനെ ഉള്ളൂ. വീണ്ടും നമ്മൾ ആറുവരിപ്പാതൻ്റെ മുകളിലൂടെ തന്നെയാണ് യാത്ര. നന്ദി വരെ എത്തുമെന്ന് വിചാരിക്കുന്നു. നന്ദി വരെയൊക്കെ എത്താന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെ കേട്ടോ, വാഗണിൻ്റെ വർക്കിൽ. വീണ്ടും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ. ഇവിടെ ലൈൻ മാർക്ക് ചെയ്തില്ലല്ലോ. ആ ഭാഗത്തത് ചെയ്തിട്ടുണ്ട്, ആ ഭാഗത്തത് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗം ചെയ്തിട്ടില്ല. ആട്ടെ പൊട്ടെ ഇരിക്കെൻ്റെ ലയിലേ, നിന്നെ കാത്തു കാത്തു മലഞ്ഞെൻ്റെ കുയിലേ. അങ്ങനെ നമ്മൾ നന്ദിയിലെത്തിയിട്ടോ. അങ്ങനെ മൂരാട് മുതൽ നന്ദി വരെയുള്ള വർക്ക്, ആറുവരിപ്പാതയുടെ വർക്ക് ഏകദേശം ഫിനിഷിങ് ആട്ടോ. ഇനി ചെറിയ ചെറിയ ടച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. വാഗടിൻ്റെ റീച്ചിലുണ്ടല്ലോ, വടകര നമ്മുടെ വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ഈ ഒരു റീച്ചിൽ ഈ ഭാഗം മൊത്തം വർക്ക് കഴിഞ്ഞൊരു ഏരിയയാണ്. കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെല്ലാവരും ലൈക്കും വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ഒന്ന് ചെയ്താൽ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.